സ്ക്രോൾ ചെയ്ത് എനിക്ക് നിർത്താൻ പറ്റില്ല. 2 മിനിറ്റ് പോലും എനിക്ക് സ്ക്രോൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വീട്ടിലെല്ലാവരും പറയുകയാണ് നീ ഫുൾ ടൈം ഫോണിലാണെന്ന്. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല ബ്രോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരും. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് ടിപ്പ്, അവോയ്ഡ് കംഫോർട്ട് സോൺ. നിങ്ങൾ കംഫോർട്ട് സോണിലിരിക്കാതെ നിങ്ങൾ മാക്സിമം പുറത്തേക്ക് കിടക്കാൻ നോക്കുക. കംഫോർട്ട് സോണിലിരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ആവാൻ പറ്റില്ല, അതായത് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല എന്നാതിരുന്നിട്ട്. കംഫോർട്ട് സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെറ്റിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, ദാറ്റ്സ് എ കംഫോർട്ട് സോൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബെഡിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അതും കംഫോർട്ട് സോണാണ്. ബെഡിൽ കിടന്ന് ലാപ്ടോപ്പ് പോയിക്കൊണ്ടിരിക്കുക, കംഫോർട്ട് സോൺ. ഈ ഒരു കംഫോർട്ട് സോണിൽ നിങ്ങൾ ബ്രേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുക. ആപ്പ് സ്റ്റോറിലും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഏതൊക്കെ കുറച്ച് ആപ്സൊക്കെ ഉണ്ട്. തന്നെ ലോക്കായി പോകണം. 2 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ടൈമർ തന്നെ ഫോൺ ലോക്കായി പോകും. പിന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഫോൺ അൺലോക്ക് ആവുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ ഫോൺ നോക്കി നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ കളയുന്നത്. ഓക്കെ, അതുകൊണ്ട് കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കുക. സെക്കൻഡ് പോയിന്റ്, അവോയ്ഡ് ലോൺലെസ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാതെ മാക്സിമം നോക്കുക. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റീൽസ് കാണാനുള്ള ടെംപ്റ്റേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, കുറച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ നിൻ്റെ അമ്മേനെ വിളിക്കുക, അച്ഛനെ വിളിക്കുക, കുറച്ച് സംസാരിക്കുക. വീട്ടിലുള്ളവരാണെങ്കിൽ വീട്ടിലുള്ളത് സംസാരിക്കുക. ഓക്കെ, അതുകൊണ്ട് ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ മാക്സിമം ശ്രമിക്കുക. തേർഡ് പോയിന്റ്, വർക്കൗട്ട് ഡെയിലി. ഈ വർക്കൗട്ട് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഫുള്ള് സ്ട്രെസ് റിലീഫ് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നോക്കി നിങ്ങൾക്ക് കിട്ടിയ കുറേ ബാഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ ബാഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ആ മൈൻഡിൽ നിന്ന് നിങ്ങൾ ഈ മൈൻഡിനെ സ്ട്രോങ് ആക്കുമ്പോൾ ആ സാധനം എല്ലാം പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരു വീക്കിലി ഒരു 2-3 ഡേയ്സൊക്കെ വർക്കൗട്ട് ചെയ്താൽ മതി. ഫോർത്ത് പോയിന്റ്, നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഫോൺ നോക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോൺ നോക്കാം. കിടക്കണേന് 1 മണിക്കൂർ മുമ്പ് ഫോൺ എടുത്ത് വയ്ക്കുക. ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് വരിക. ഞാൻ ഈ പറഞ്ഞ 4 ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാറ്റം വരും എന്ന് ഞാൻ പറയുന്നു. ഇതേപോലത്തെ മോട്ടിവേഷൻ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെല്ലൈക്കൺ കൊണ്ടൊന്ന് ടേൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ മിസ്സാവില്ല. ഓക്കെ.